റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് ചെന്നിത്തല വഴങ്ങിയെന്ന സൂചനകളാണ് വരുന്നത്. ദീപദാസ് മുൻഷിയും വി.ഡി. സതീശനും നേരിട്ടെത്തി ചെന്നിത്തലയുമായി ചർച്ച നടത്തി. നിർണായക ചർച്ചകൾക്കായി കെ.സി. വേണുഗോപാലും അല്പസമയത്തിനകം കേരളത്തിലെത്തും. വകുപ്പ് സംബന്ധിച്ച തീരുമാനം രാത്രിയോടെ ഉണ്ടാകും. ഞാൻ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം എന്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എന്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്തിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങള് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹവുമായിട്ട് തന്നെ കൂടിയാലോചിച്ച് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കും. എല്ലാ വിവരങ്ങളും രാവിലെ നിർമാല്യം തൊഴുത് കഴിഞ്ഞിട്ട് പത്രക്കാരോടുണ്ടായിരുന്നു ഗുരുവായൂർ. അവരോടെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദയവായി ഒന്നും ചോദിക്കരുത്. എനിക്കൊന്നും ഹൈക്കമാൻഡിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തി? അപ്പൊ താങ്ക് യു. I am going to everyone's house. I came here because I have not met him yesterday. He was not there, he went to Guruvayur. So he has come back, so it is my duty to come. I have come here. I am speaking to all the leaders. Will he be part of cabinet? Ramesh is standing, he will tell whatever he wants to do. What is the party will decide? He said the party will decide the matter. ഞങ്ങൾക്കിടയിൽ എന്ത് ഉപാധി എന്നായിരുന്നു രമേശ് ചെന്നിത്തല ചോദിച്ചത് വി.ഡി. സതീശൻ വന്നു കണ്ടതിനു ശേഷം. ഏതായാലും റോഷിപാൽ, ചെന്നിത്തല വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഏത് വകുപ്പ് നൽകും? നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്ത ആഭ്യന്തര വകുപ്പാകുമോ എന്ന ആകാംക്ഷയുണ്ട്. ഒപ്പം മറ്റു പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെയും തീരുമാനമാകാനുണ്ട്. വഴങ്ങുന്നു ചെന്നിത്തല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം ഇന്നും ഈ UDF യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വീട്ടിൽ തന്നെയായിരുന്നു. നേതാക്കൾ ഓരോരുത്തരായി വന്ന് കാണുന്നുമുണ്ട്. രമേശ് ചെന്നിത്തല ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപദാസ് മുൻഷി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി. ഒപ്പം സെക്രട്ടറിമാർ PV മോഹൻ അടക്കമുള്ളവർ ഏതാണ്ട് 45 മിനിറ്റാണ് രമേശ് ചെന്നിത്തലയുമായി ആശയവിനിമയം നടത്തിയത്. അതിനു മുമ്പ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടി എത്തി രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചതിന് ശേഷം ദീപദാസ് മുൻഷിയുമായും സണ്ണി ജോസഫുമായി ആശയവിനിമയം പൂർത്തിയാക്കിയാണ് പിന്നീട് ദീപദാസ് മുൻഷി ഹൈക്കമാൻഡ് ഡിസിഷൻ, ഒരു തീരുമാനം അവിടെ അറിയിക്കുന്നത്. മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല നിർബന്ധമായി ഉണ്ടാകണമെന്ന ആവശ്യമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല സ്വാഭാവികം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന സൂചനകളുണ്ട്. ആ കാര്യത്തിൽ കെ.സി. വേണുഗോപാൽ വന്നതിന് ശേഷം തീരുമാനം അറിയിക്കാം എന്ന നിലപാടിലേക്ക് തന്നെയാണ് പോയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം അതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. കാരണം നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയെ ഒരു അപ്രധാന വകുപ്പ് നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. കാരണം വി.ഡി. സതീശിനേക്കാൾ എത്രയോ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ്, മുതിർന്ന നിയമസഭാ അംഗത്വം കൂടിയുള്ള ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല നൽകണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാകുന്നുണ്ട്. ആ കാര്യത്തിലുള്ള ഒരു തീരുമാനമാണ് വരേണ്ടത്. രമേശ് ചെന്നിത്തല രാവിലെയുള്ള നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ കടുത്ത സമ്മർദ്ദത്തിന് രമേശ് ചെന്നിത്തല വഴങ്ങുന്നുവെന്ന സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല ക്യാമ്പിൽ നിന്നും. ഏതായാലും ഇന്ന് കെ.സി. വേണുഗോപാൽ ഏറെ വൈകാതെ തിരുവനന്തപുരത്തെത്തും. അതിനുശേഷം നടക്കുന്ന തുടർ ചർച്ചകൾ ഏറ്റവും നിർണായകമാണ്. ആ ചർച്ചകളിലാണ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എന്തായിരിക്കും വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന കാര്യത്തിലടക്കം വ്യക്തമായ ഒരു തീരുമാനമുണ്ടാവുക. നിലവിൽ ഒരു കരട് മന്ത്രിസഭാ പട്ടിക കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം ദീപദാസ് മുൻഷിയും ചേർന്നാണ് ആ പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടിക കെ.സി. വേണുഗോപാൽ പരിശോധിച്ച് അതിൽ അന്തിമ തീരുമാനമെടുത്ത ഹൈക്കമാൻഡ് അംഗീകാരത്തോടെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. കെ.സി. വേണുഗോപാൽ കൂടി എത്തിയ ശേഷം അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുന്നു. ഏതായാലും മന്ത്രിമാരെ